ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NIS സെക്കൻഡറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 15ാമത്തെ ചാപ്റ്ററാണ്, ലൈറ്റ് എനർജി എന്നുള്ള ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫിനോമിനൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനോമിനൻ ആയിട്ടുള്ള റിഫ്ലക്ഷൻ, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ ലൈറ്റിൻ്റെ പലവിധ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിഫ്ലക്ഷൻസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ജലാശയങ്ങൾ, അതുപോലെ മിനുസമായിട്ടുള്ള ചില പ്രതലങ്ങൾ, അവിടെയൊക്കെ പ്രതിബിംബങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇവയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കാണണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കഴിവുകളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് നമുക്ക് വേണ്ടത്? നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കണ്ണിൽ തന്നെ വിവിധ തരത്തിലുള്ള നിറങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ വസ്തുക്കളെ കാണുന്നതും എന്തുകൊണ്ടാണ്? ഇങ്ങനെ പലപ്പോഴും പല ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. കണ്ണുണ്ടെങ്കിൽ തന്നെ ഒരു വസ്തുവിനെ ചില സമയത്ത് കാണുന്നു, എന്നാൽ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ചില ജീവികൾക്ക് രാത്രി സമയത്തും കാണാൻ സഹായിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകാശത്തിന്റെ പ്രവർത്തനമുള്ളത്. ഈ ലൈറ്റ് ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ വസ്തുവിനെ കാണുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഓരോ വസ്തുവിലും പ്രകാശം തട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ലൈറ്റ് ഒബ്ജക്റ്റ്, അത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൂമിനസ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയും, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിനായിട്ട് നമ്മുടെ സൺ എടുക്കാം. ഈ സണ്ണിൽ നിന്നുള്ള ലൈറ്റ്, സൺലൈറ്റ് ഒരു വസ്തുവിൽ തട്ടി ആ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിലെത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെറ്റിനയിൽ അത് പതിക്കുമ്പോൾ ആണ് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം സാധ്യമാക്കുന്നത്. അപ്പൊ റെറ്റിനയിൽ ഈ പറയുന്ന ലൈറ്റ് എത്തുകയാണെങ്കിൽ നമ്മുടെ റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് അത് സ്വീകരിക്കുകയും അവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാവുകയും ആ ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ എത്തുകയും അങ്ങനെ നമുക്ക് നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുവിൽ ലൈറ്റ് തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എന്താണ് ലൂമിനസ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു വസ്തു അത് എന്ത് ചെയ്യണം? നമ്മൾ കാണുന്നത് എപ്പോഴാണ്? ലൈറ്റ് ആ വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ ചില വസ്തുക്കൾ സ്വയം പ്രകാശിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് സൺ, സ്റ്റാർസ്, ബേണിംഗ് കാൻഡിൽസ്, ലാമ്പ് എന്ന് പറയുന്ന ചില വസ്തുക്കൾ. സ്വയം പ്രകാശിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പ്രകാശം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂമിനസ് ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കും. എന്നാൽ മറ്റു ചില വസ്തുക്കളുണ്ടല്ലോ, എന്താണ്? ഈ പറയുന്ന പ്രകാശം ഒരു വസ്തുവിൽ തട്ടുമ്പോൾ അതിനെ തിരിച്ചയക്കുന്ന ചില വസ്തുക്കൾ. അങ്ങനെയുള്ള വസ്തുക്കൾ സംഭവിക്കുമ്പോൾ സം അതർ ഒബ്ജക്ട്സ് മേ ബൗൺസ് ബാക്ക് എ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഫാളിംഗ് ഓൺ ദം ഫ്രം എനി ലൂമിനസ് ഒബ്ജക്ട്. ഏതെങ്കിലും ഒരു ലൂമിനസ് ഒബ്ജക്റ്റിൽ നിന്നുള്ള പ്രകാശം അതിൽ തട്ടുമ്പോൾ അത് അതിനെ തിരിച്ചയക്കുന്നു. അങ്ങനെ തിരിച്ചയക്കുന്ന ദിസ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഫാളിംഗ് ഓഫ് എനി സർഫേസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് ഒരു വസ്തുവിൽ തട്ടി പ്രകാശം തിരിച്ചു വരികയാണെങ്കിൽ, ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ, അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ആ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന നമ്മുടെ ജലാശയങ്ങളിലെ ഇമേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സ്മൂത്ത് സർഫസിൽ നമ്മുടെ റിഫ്ലക്ഷൻ വരുന്നത്? ഇപ്പോൾ ഒരു കണ്ണാടി എടുക്കുക, ഒരു മിറർ എടുക്കുക. ആ മിററിൽ നമ്മളൊരു ലൈറ്റ് പതിപ്പിക്കുന്നു. ആ ലൈറ്റ് പതിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇമേജ് വരുന്നു, അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പതിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് റേ എന്നാണ്. അതുപോലെ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു ലൈറ്റ് റേസ് നമ്മൾ വിളിക്കുന്നത് റിഫ്ലക്റ്റഡ് റേസ് എന്നാണ്. ഇങ്ങനെ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോസസ് സ്മൂത്ത് സർഫസിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ ഇൻസിഡന്റ് റേ, അതായത് പ്രകാശം പതിക്കുന്ന റേ, അതാണ് ഇൻസിഡന്റ് റേ. അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേ, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ
ഇവക്കിടയിൽ നമ്മളൊരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിൽ നോക്കൂ, ഇത് അതിൻ്റെ ഒരു നോർമലാണ്. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്, സോറി ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. ഇവിടെയുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പറയുന്നത് ഇൻസിഡന്റ് ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്നും ഇതിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുമാണ്. ആ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമെന്നാണ്. ഇത് ഇൻസിഡന്റ് റേ, ആ റേ വരുന്നു കൃത്യമായിട്ട് ഇവിടെ പതിച്ച് തിരിച്ചു പോകുന്നു, അത് റിഫ്ലക്റ്റഡ് റേ. ഇവിടെ ഈ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഈ പറയുന്ന നിയമം, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്ന് ഏത് നിയമപ്രകാരമാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.